ടി കെ ഗോവിന്ദന് പിന്തുണ നൽകിയാൽ UDF വിമതനായി മത്സരിക്കുമെന്ന് രാജേഷ് നമ്പ്യാർ. 2016 തളിപ്പറമ്പിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു രാജേഷ്. ഗോവിന്ദൻ മത്സരിച്ചാൽ ജയിക്കില്ല. UDF സ്ഥാനാർത്ഥിക്ക് ജയസാധ്യതയുണ്ട്. കൂടിയാലോചനയില്ലാതെ തീരുമാനമെടുത്താൽ UDFന് തിരിച്ചടി ഉണ്ടാകുമെന്നും രാജേഷ് നമ്പ്യാർ പറഞ്ഞു. തളിപ്പറമ്പിൽ ശ്രീ ഗോവിന്ദൻ മാസ്റ്ററെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് ബഹുഭൂരിപക്ഷം UDF അണികൾക്ക് യാതൊരു യോജിപ്പുമില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ ബ്ലോക്ക് കമ്മിറ്റിയായോ അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരായോ പ്രവർത്തകരുമായോ ഒരു കൂടിയാലോചനയും നടത്താതെയാണ്, ഈവൻ ജില്ലാ കമ്മിറ്റിയിൽ പോലും കാര്യമായ ചർച്ചയൊന്നും നടത്താതെ തന്നെയാണ് ഹൈക്കമാൻഡ് ഇത്തരം ഒരു കാര്യം തളിപ്പറമ്പ് മണ്ഡലത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. മണ്ഡലത്തിൻ്റെ വിജയമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഒരിക്കലും ഗോവിന്ദൻ മാഷക്ക് അവിടെ വിജയിക്കാൻ കഴിയില്ല. കാരണം ഗോവിന്ദൻ മാഷ് ഒരിക്കലും അവിടെ ഒരു സമ്മതനായ ഒരു സ്ഥാനാർത്ഥി അല്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ഈ നടപടി, എൻ്റെ പ്രസ്ഥാനത്തിനോട് ഞാൻ ഈ നടപടി സ്വീകരിച്ചത് പ്രസ്ഥാനത്തിനെ ശുദ്ധീകരിക്കാനും നന്നാക്കാനും, ആ പാർട്ടിയെ നന്നാക്കാനാണ് ഞാൻ ഈ നടപടി സ്വീകരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ UDFൻ്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് അദ്ദേഹം വിജയിച്ച് MLA ആയിട്ട് വേണം അദ്ദേഹത്തിന് CPMനെ നന്നാക്കാൻ. അപ്പോൾ CPMനെ നന്നാക്കാനാണോ UDFകാർ ഇദ്ദേഹത്തിന് വോട്ട് കൊടുക്കേണ്ടത്? ഇത്തരം ബാലിശമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് യാതൊരു ദിശാബോധവും ഇല്ലാത്ത ഒരു CPM പുറത്താക്കിയാൽ CPM എന്ന് വ്യക്തിപരമായ താല്പര്യങ്ങൾ കൊണ്ട് പുറത്തു വന്ന ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കേണ്ട യാതൊരു സാഹചര്യവും ഇന്ന് UDFന് അവിടെ ഇല്ല. UDFിൻ്റെ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ വളരെ അനായാസം മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാ സാധ്യതകളും ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഗോവിന്ദൻ മാഷയ്ക്ക് ഈ അവസരം കൊടുക്കുന്നത്. ഇതിൽ നിന്നും നേതൃത്വം പിന്മാറുന്നില്ലെങ്കിൽ, എനിക്ക് വലിയ ബന്ധങ്ങളുള്ള ഒരു മണ്ഡലമാണ്. ഞാൻ 2014 അവിടെ മത്സരിച്ചത് കൂടിയാണ്. ഇല്ല, അങ്ങനെ നേതൃത്വം ഇതുമായിട്ട് ഗോവിന്ദൻ മാഷെ സ്ഥാനാർത്ഥിത്വമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞാനവിടെ തീർച്ചയായിട്ടും UDFിൻ്റെ ഒരു റബൽ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കും. ഗോവിന്ദൻ മാഷിൻ്റെ ഈ ഗൂഢമായ ഈ തന്ത്രത്തിന് തടയിടാൻ വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒരുക്കി അവിടെ UDFിൻ്റെ വിജയത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. UDFിൻ്റെ എന്ന് പറഞ്ഞാൽ UDFിൻ്റെ അണികളുടെ ആഗ്രഹത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കും. മനോജ് മൈൽ ചേരുകയാണ്. മനോജ്, ടി കെ ഗോവിന്ദന് പിന്തുണ നൽകിയാൽ UDF വിമതനായി മത്സരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് രാജേഷ് നമ്പ്യാർ. മറ്റ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രതിഭ, വലിയ രീതിയിലുള്ള കരുനീക്കങ്ങൾ തളിപ്പറമ്പിൽ UDFിലും നടക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഈ CPM വിമതരെ പിന്തുണക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഉള്ളത്. 2 മണ്ഡലങ്ങളിലും കടുത്ത എതിർപ്പുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ തന്നെ നമ്മളോടടക്കം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. ഇതിന് പിന്നാലെയാണ് ഈ 2016 തളിപ്പറമ്പിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന രാജേഷ് നമ്പ്യാരും രംഗത്ത് വന്നിട്ടുള്ളത്. ടി കെ ഗോവിന്ദനെ UDF സ്ഥാനാർത്ഥിയാക്കിയാൽ യഥാർത്ഥ UDF സ്ഥാനാർത്ഥിയായി താൻ മത്സരരംഗത്തുണ്ടാകും, അതായത് UDFിന്റെ ഒരു റിബൽ സ്ഥാനാർത്ഥിയായി താൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയാണ് രാജേഷ് നമ്പ്യാർ ചെയ്തിട്ടുള്ളത്. കണ്ണൂർ വിഷന് നൽകിയ ഈ അഭിമുഖത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ടി കെ ഗോവിന്ദനെ പിന്തുണച്ച് UDFിന്റെ സാധ്യതകൾ ഇല്ലാതാക്കരുത് എന്നാണ് രാജേഷ് നമ്പ്യാർ പറയുന്നത്. താഴെ തട്ടിൽ കൂടിയാലോചന ഉണ്ടായില്ല, ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളുമായി ആലോചിച്ചില്ല, അങ്ങനെ ഒരു ആലോചനയും ഇല്ലാതെ ഒരു തീരുമാനം എടുക്കരുത്. പ്രവർത്തകർ പ്രവർത്തിക്കാൻ ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഇത് തളിപ്പറമ്പിൽ ഉണ്ടാക്കും എന്നാണ് രാജേഷ് നമ്പ്യാർ പറയുന്നത്. CPMനെ നന്നാക്കാനാണ് ടി കെ ഗോവിന്ദൻ ആ പാർട്ടിയിൽ നിന്നും ഇറങ്ങിയത്. അതിന്റെ ആവശ്യം UDF പ്രവർത്തകർക്ക് ഇല്ലല്ലോ എന്നുമാണ് രാജേഷ് നമ്പ്യാർ ചോദിക്കുന്നത്. എന്തായാലും വലിയ ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ തളിപ്പറമ്പിലെ UDF നേതൃത്വം, അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വവും വലിയ ആശയക്കുഴപ്പത്തിലാണ്. ഇപ്പോൾ ടി കെ ഗോവിന്ദനെ പിന്തുണക്കാനും കഴിയില്ല, പിന്തുണക്കാതിരിക്കാനും കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ കോൺഗ്രസ് നേതൃത്വവുമായി നടത്തിയ ചർച്ചയിൽ ഈ സീറ്റ് വാഗ്ദാനം ചെയ്തിരുന്നു ടി കെ ഗോവിന്ദന്. അതുകൊണ്ട് തന്നെ ആ വാക്ക്
പാലിക്കാതിരിക്കാൻ കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിന് കഴിയില്ല. മുകൾ തട്ടിൽ നടന്ന ആ ചർച്ച പക്ഷേ താഴെ തട്ടിൽ അറിഞ്ഞിരുന്നില്ല. ഈ ടി.കെ. ഗോവിന്ദൻ രാജി പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് മാത്രമാണ്, അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം തൊട്ട് മാത്രമാണ് താഴെ തലത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇത്തരത്തിലൊരു നീക്കം അറിഞ്ഞത് തന്നെ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ടി.കെ. ഗോവിന്ദനെ പിന്തുണക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഉറപ്പായും അത് വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതം UDF-ന് ഉണ്ടാക്കും. ഇപ്പോൾ വലിയ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം തളിപ്പറമ്പിൽ ഉണ്ട് എന്നൊക്കെയാണ് UDF-ന്റെ ഒരു അവകാശവാദം, അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണം അങ്ങനെയാണ്. കാരണം P.K. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി CPM-ൽ വലിയ രീതിയിലുള്ള അമർഷമുണ്ട്, അത് മുതലാക്കാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയൊക്കെ ആയിരുന്നു UDF-ന് ഉണ്ടായിരുന്നത്. പക്ഷേ ടി.കെ. ഗോവിന്ദൻ സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലാതാവുകയാണ്. CPM-ന് വീണ്ടും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം തളിപ്പറമ്പിൽ ഉണ്ടാക്കുക കൂടിയാണ് അതിലൂടെ UDF ചെയ്യുന്നത്, കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് എന്ന ഒരു വിമർശനമാണ് പൊതുവിൽ ഉയരുന്നത്. അവിടെ മുഹമ്മദ് ബ്ലാത്തൂരിനെ മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു ആവശ്യമാണ് ഈ കമ്മിറ്റികൾ ഉയർത്തുന്നത്. വിവിധ മണ്ഡലം കമ്മിറ്റികൾ മുഹമ്മദ് ബ്ലാത്തൂരിന്റെ പേരാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൊയ്യം ജനാർദ്ദന്റെ പേരും പല കമ്മിറ്റികളും നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ സജീവമായി പരിഗണിച്ചിരുന്ന ഒരു പേര് കഴിഞ്ഞ തവണ MV ഗോവിന്ദനെതിരെ മത്സരിച്ച അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദിന്റേതാണ്. പക്ഷേ അബ്ദുൾ റഷീദിനെ ഇത്തവണ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ സീറ്റ്, അതായത് തളിപ്പറമ്പ് സീറ്റ് ടി.കെ. ഗോവിന്ദന് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അബ്ദുൾ റഷീദിനെ ധർമ്മടത്തേക്ക് മാറ്റിയിട്ടുള്ളത് എന്ന കാര്യവും പ്രവർത്തകർ ഇപ്പോൾ വിശ്വസിക്കുകയാണ്. പക്ഷേ അബ്ദുൾ റഷീദ് ധർമ്മടത്തേക്ക് പോയി എങ്കിൽ കൂടി മുഹമ്മദ് ബ്ലാത്തൂരിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം, അല്ലെങ്കിൽ കൊയ്യം ജനാർദ്ദനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊരു ആവശ്യം, ശക്തമായ ആവശ്യം മുന്നോട്ട് വെക്കുകയാണ് ഈ കമ്മിറ്റികളൊക്കെ തന്നെ. വലിയ അമർഷം ഈ കമ്മിറ്റികളിലൊക്കെ ഉണ്ട് എന്ന് നേതാക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ 2016-ൽ ജെയിംസ് മാത്യുവിനോടാണ് രാജേഷ് നമ്പ്യാർ മത്സരിച്ചത്. അന്ന് വലിയ പരാജയം രാജേഷ് നമ്പ്യാർക്ക് നേരിടേണ്ടി വന്നു. കേരള കോൺഗ്രസ് എമ്മിനാണ് 2016-ൽ UDF സീറ്റ് നൽകിയിരുന്നത്. അന്നും ഇതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം UDF കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഈ കോൺഗ്രസ് പ്രവർത്തകനായ രാജേഷ് നമ്പ്യാരെ സ്ഥാനാർത്ഥിയാക്കിയാണ് ആ അമർഷത്തിൽ നിന്നും പിന്നീട് തടിയൂരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത്. എന്തായാലും രാജേഷ് നമ്പ്യാർ പറയുകയാണ്, ടി.കെ. ഗോവിന്ദനാണ് തളിപ്പറമ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായി, ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ ഉറപ്പായും അവിടെ ഒരു റിബൽ സ്ഥാനാർത്ഥി, അതായത് യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകരുടെ, യഥാർത്ഥ UDF പ്രവർത്തകരുടെ ഒരു സ്ഥാനാർത്ഥിയായി താൻ ഉണ്ടാകും, അവർക്ക് എല്ലാ പിന്തുണയുമായി താൻ ഉണ്ടാകും എന്ന് പറയുക കൂടിയാണ് ഈ രാജേഷ് നമ്പ്യാർ ചെയ്തിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വലിയ ആശയക്കുഴപ്പത്തിലേക്ക് പോവുകയാണ്. തളിപ്പറമ്പിന്റെ കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ട്. അതിനേക്കാൾ രൂക്ഷമായി ഈ പയ്യന്നൂരിന്റെ കാര്യത്തിൽ യൂത്ത് കോൺഗ്രസ് ഒരു നിലപാടെടുക്കുകയാണ്. RSPക്ക് കൊടുക്കുക എന്ന ഒരു ഗൂഢ നീക്കത്തിന്റെ ഭാഗമായി ആ സീറ്റ് CPM-ന്റെ ഒരു വിമതനിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ള വിമർശനം കൂടി യൂത്ത് കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. അവിടെ വിജിൽ മോഹനെ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനെ പയ്യന്നൂരിൽ മത്സരിപ്പിക്കണം എന്ന ഒരു ആവശ്യം അതിശക്തമായി നേതൃത്വത്തിന് മുന്നിൽ വെക്കുകയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസും ചെയ്തിട്ടുള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ രാജേഷ് നമ്പ്യാരുടെ ഒരു മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ റിബൽ സ്ഥാനാർത്ഥിയാകുമെന്ന ഒരു പ്രഖ്യാപനം ഇപ്പോൾ കണ്ണൂർ വിഷനിലൂടെ രാജേഷ് നമ്പ്യാർ നടത്തിയിട്ടുള്ളത്. പ്രതിഭ.